ആലപ്പുഴ ചേർത്തലയിൽ മരിച്ച സിജിയുടെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. നിലവിൽ അസ്വാഭാവിക മരണത്തിന് കേസെടുത്ത പോലീസ് പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാവും കൂടുതൽ നിയമ നടപടികളിലേക്ക് കടക്കുക. വിവരങ്ങളുമായി ശരണ്യ സ്നേഹജൻ. ശരണ്യ, കുറേയേറെ ദിവസങ്ങളിൽ ആശുപത്രിയിൽ കിടന്ന ശേഷമാണ് സിജിയുടെ മരണമുണ്ടാകുന്നത്. ഇപ്പോൾ മകളുടെ ആരോപണത്തിന്മേൽ ഈ പോസ്റ്റ്മോർട്ടം നടക്കുമ്പോൾ അത് എത്രത്തോളം പ്രധാനപ്പെട്ടതാണ്? ശ്രീജ, ഒരു മാസത്തോളം തലയ്ക്ക് പരിക്കേറ്റ ആശുപത്രിയിൽ കിടന്ന സിജി കഴിഞ്ഞ 9-ാം തീയതിയാണ് മരണപ്പെടുന്നത്. അതിനുശേഷം ഇന്നലെ മകളുടെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ നിർണായകമായ ഒരു മൊഴിയാണ് മകളുടെ ഭാഗത്തു നിന്നുണ്ടായത്. അതായത് അച്ഛൻ അമ്മയെ തലയ്ക്ക് മുടിക്ക് കുത്തിപ്പിടിച്ച് തല ഭിത്തിയിലിട്ട് ഇടിപ്പിച്ച ശേഷം അത്തരത്തിലുള്ള മർദ്ദനങ്ങൾക്ക് ശേഷം വീടിന്റെ 1-ാം നിലയിൽ നിന്ന് താഴേക്ക് അമ്മയെ എടുത്തെറിയുകയായിരുന്നു എന്നാണ് ആ കുട്ടി മൊഴി നൽകിയിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സോണിയെ കസ്റ്റഡിയിലെടുക്കുകയും 3 ദിവസത്തിന് ശേഷം ഇന്നലെ ചേർത്തലയിലെ മുട്ടംപള്ളിയിൽ നിന്നും മൃതദേഹം പുറത്തേക്കെടുത്ത് പോസ്റ്റ്മോർട്ടത്തിനായി ഇന്ന് കൊണ്ടുപോവുകയുമാണ് ചെയ്തിട്ടുള്ളത്. ഇന്ന് ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജിലാണ് സജിയുടെ പോസ്റ്റ്മോർട്ടം നടക്കുക. ഇതിനകത്ത് ഈ ചികിത്സയിലായിരുന്നത് കൊണ്ട് തന്നെ സജി മരണപ്പെട്ട ഘട്ടത്തിൽ ആ പോസ്റ്റ്മോർട്ടം അടക്കമുള്ള കാര്യങ്ങൾ നടന്നിരുന്നില്ല. കാരണം 1 മാസക്കാലമായി വണ്ടാനം മെഡിക്കൽ കോളേജിൽ തന്നെ അബോധാവസ്ഥയിലായിരുന്നു സജി ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ആ ചികിത്സയിൽ ഇരിക്കെ മരണപ്പെട്ടതുകൊണ്ട് തന്നെ മറ്റു നടപടിക്രമങ്ങളിലേക്ക് പോയിരുന്നില്ല. ഇന്ന് ഈ സജിയുടെ കുഴിയാഴ്ച ഉൾപ്പെടെ നടത്താനുള്ള ക്രമീകരണങ്ങളെല്ലാം ഈ ഭർത്താവായ സോണി ചെയ്തിരുന്നു. അത്തരത്തിൽ ഈ കാര്യങ്ങളൊക്കെ നിൽക്കുമ്പോഴാണ് മിനിഞ്ഞാന്ന് രാത്രിയോടുകൂടി ഇയാൾ കസ്റ്റഡിയിലാവുകയും ഇന്നലെ ചേർത്തല പോലീസ് മൃതദേഹം പുറത്തെടുക്കുകയും ചെയ്തിട്ടുള്ളത്. ഇന്ന് രാവിലെ നടക്കുന്ന പോസ്റ്റ്മോർട്ടത്തിൽ പ്രധാനമായും ഈ സജിക്കേറ്റ പരിക്കുകളൊക്കെ തന്നെ പോലീസ് പരിശോധിക്കേണ്ടതുണ്ട്. പക്ഷെ 3 ദിവസം കഴിഞ്ഞിട്ടാണ് മൃതദേഹം, ഇന്നിപ്പോൾ 4-ാമത്തെ ദിവസമായി മരണപ്പെട്ടത് ഞായറാഴ്ചയാണ്. ജീർണാവസ്ഥയിൽ ആയിട്ടുണ്ട് എന്നെങ്കിൽ പോലും അധിക ദിവസം പഴക്കമില്ലാത്തതുകൊണ്ട് മറ്റു പരിക്കുകൾ കണ്ടെത്താനാകുമോ എന്നുള്ളതാണ്, ഈ കുട്ടി പറഞ്ഞ മൊഴിയുടെ അടിസ്ഥാനത്തിലുള്ള പരിക്കുകൾ കണ്ടെത്താനാകുമോ എന്നുള്ളതാണ് അന്വേഷണ സംഘം നോക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ അമ്മ ആ വീട്ടിൽ ആ സമയത്ത് ഉണ്ടായിരുന്ന 19-കാരിയായ മകളുടെ മൊഴി തന്നെയാണ്. അമ്മ ക്രൂരമായ മർദ്ദനത്തിന് അച്ഛന്റെ ഭാഗത്തു നിന്ന് ഇരയായിരുന്നുവെന്നും ഭിത്തിയിലേക്ക് ഇടിപ്പിച്ച ശേഷം അബോധാവസ്ഥയിലേക്ക് പോയ ഇവരെ പിന്നീട് 1-ാം നിലയിൽ നിന്ന് താഴത്തേക്ക് എറിയുകയായിരുന്നുവെന്നും ഈ പെൺകുട്ടി മൊഴി നൽകിയിട്ടുണ്ട്. ഒപ്പം തന്നെ അതിനുശേഷം ഈ ഒരു കത്തിയുമായി ഈ മകളെയും വീടിന്റെ പുറത്ത് ഓടിക്കുകയും ചെയ്തു. 1.5 മണിക്കൂറിനോളം ശേഷമാണ് അമ്മയെ ആശുപത്രി, അതായത് രക്തമാർദ്ദം നടന്ന അമ്മയെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാൻ കഴിഞ്ഞതും എന്നുള്ള വിവരവും ഒക്കെയാണ് പോലീസിന് കൈമാറിയിട്ടുള്ളത്. ഇപ്പോൾ ഈ മകൾ മിഷ്മ ഉള്ളത് അമ്മയുടെ വീട്ടിലാണ് ഉള്ളത്. അമ്മയുടെ സഹോദരങ്ങൾ ഉൾപ്പെടെ കേസിൽ മൊഴി നൽകുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വളരെ നിർണായകമായ മൊഴിയാണ്. അതിന് അടിസ്ഥാനപരമായ കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടത്തിൽ കൂടി കണ്ടെത്താനാകുമോ എന്നാണ്, കേസിന് കൂടുതൽ ബലം നൽകാനായി കണ്ടെത്താനാകുമോ എന്നുള്ളതാണ് പോലീസ് നോക്കുന്നത്. അതിനുള്ള പരിശോധനകളാണ് ഇന്ന് നടക്കുക. നിലവിൽ സോണി അസ്വാഭാവിക മരണത്തിന് കേസെടുത്തുകൊണ്ട് പോലീസിന്റെ കസ്റ്റഡിയിലാണ് സോണി ഉള്ളത്. ഈ മർഡർ കേസായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇന്നത്തെ പോസ്റ്റ്മോർട്ടത്തിന് ശേഷമാവും തുടർ നടപടികൾ ഉണ്ടാവുക. ശരി, ശരണ്യാണ് വിവരങ്ങൾ നൽകിയത്. അതിക്രൂരമായ കൊലപാതകങ്ങളുടെ വാർത്തകൾ ഇന്ന് ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അതിനിടയിൽ സിജിയുടെ മരണത്തിൽ മകളുടെ നിർണായകമായ ഒരു മൊഴി വരുന്നത്. ആ മൊഴി സാധൂകരിക്കണമെങ്കിൽ ഇന്നത്തെ പോസ്റ്റ്മോർട്ടം വളരെ പ്രധാനപ്പെട്ടതാണ്.